ചേച്ചി ഞാൻ വിചാരിച്ചു നമ്മള് പെട്ടെന്നേ എന്റെ സംയോജിതമായ ഇടപെടൽ മൂലം മാത്രം നമ്മൾ രക്ഷപ്പെടും. ഈ കാര്യത്തിൽ ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ മാത്രം. പിള്ളേരെ, ഞാനൊരു കാര്യം അവസാനമായിട്ട് ചോദിക്കുകയാണ്. ഇനി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഹെൽപ്പ് ചെയ്യാനോ? അമ്മയുടെ പ്രശ്നം എന്താണ്? എനിക്ക് വയ്യ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് വയ്യാത്തോണ്ട് ഞാൻ ഉണ്ടാക്കില്ല. ഞാൻ ബ്രെഡും ഓംലെറ്റും ആക്കാന്ന് വിചാരിച്ചു. ബ്രെഡ് ഓംലെറ്റ് കോണ്ടിനെന്റൽ റെസ്റ്റോറന്റിൽ കിട്ടും. ഇത് പോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അത് മതി. ലഞ്ചിനെന്താ? ലഞ്ചിന് ഒന്നും പറയണില്ല. ഒന്നും എനിക്കൊന്നും പറയാൻ വയ്യ. പറയല്ലേ? അല്ല ഇങ്ങോട്ട് ഞാൻ പറയട്ടെ. ലഞ്ച് ഉണ്ടാക്കാൻ എന്താ ഇത്ര പാട്? കുറച്ച് അരി ഇട്ട് കഴിഞ്ഞാ ചോറായി, കുറച്ച് പയറിട്ടാ കറിയായി, 2 മീൻ എടുത്ത് പൊരിച്ചു കഴിഞ്ഞാൽ മീൻ പൊരിച്ചായി. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഉഷാറായിട്ട് ഇരുന്നൂടെ? എത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയല്ലേ? ശരി, ഞാൻ വിചാരിച്ചു നമ്മൾ പെട്ടെന്ന് എന്ത് ഇടി ഒന്നുമില്ല. എന്തായാലും അച്ഛന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അമ്മയ്ക്ക് അടുക്കളയിൽ കയറേണ്ടി വരും. അതുകൊണ്ട് നീ ഇതൊന്നും കാര്യമാക്കണ്ട. വാ വാ. മസാജ് ചെയ്യടി, സുഖമുണ്ട്. തുണി നനയ്ക്കാനല്ല പറഞ്ഞ, മസാജ് ചെയ്യണം. നിങ്ങൾ എന്തിനീ വെയിൽ തിരിയുന്നത്? അത് എന്റെ അച്ഛാ, ഇവിടെ എണീക്കണം, അങ്ങ് അച്ഛൻ വരെ നടന്നു പോണം, റൂമിലോത്തിട്ട് കേറണം, ഫാനിന്റെ സ്വിച്ച് ഇടണം. ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് വർക്ക് പറ്റില്ല. ഇവിടെ ഇരിക്കാം. അപ്പം അകത്തോട്ട് പോണില്ലേ? അതെ അതെ. ഇല്ല അച്ഛാ, എന്തായാലും ഊണ് കഴിക്കാനായിട്ട് അകത്ത് കയറണം. അപ്പൊ 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കേറേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഒറ്റ പ്രാവശ്യം പോയാ പോരെ? അതെ അതെ. എന്റെ പൊന്നു മക്കളുടെ ബുദ്ധി ഭയങ്കരം തന്നെ. ഞാൻ പോയിട്ടില്ല. എവിടെ പോണു? ഞാൻ കടയിൽ പോണു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഓ പോയി. അയ്യോ ചേച്ചി, എനിക്ക് നല്ല വിശപ്പ്. എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ. നേരത്തെ ഉറക്കമൊന്നും ശരിയായില്ല. അമ്മ നമ്മുടെ ഉറക്കമല്ലേ ഇല്ലാണ്ടാക്കിയല്ലേ. ഒരു മൂട് പിടിച്ച് വന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോഴാണ് വന്ന് അമ്മ എന്നും വിളിച്ചിരുന്നെങ്കിൽ എല്ലാം കഴിക്കായിരുന്നു. ഒന്നും ആയില്ലേ? പിടി, ഇനി ഒന്നും ഉണ്ടാക്കൂലേടി? ഞാനെന്നല്ലോ ഉണ്ടാക്കിയൊക്കെ ചെയ്യും. ഇപ്പൊ പണി എത്രയായി? ഇനി സമയമുണ്ട്, കുറച്ചുകൂടി ഉറങ്ങാം. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.